എന്നോട് ഇടപെട്ട ഒരു വേഗത്തിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 4-ാം വാക്യം. ആവർത്തനം 29:4. ആവർത്തനം 29:4. ഒരാൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ ശബ്ദം ഉയർത്തി വായിക്കും. മതി. കണ്ണുകൾ അടച്ചാട്ടെ. ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥന. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന്. 40 വർഷം ഞാൻ നിങ്ങളെ നടത്തി. നിങ്ങളുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല, നിങ്ങളുടെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു പോയിട്ടില്ല. ആ വചന ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്ന്, വചന ഹൃദയത്തിലേക്കൊന്ന് ധ്യാനിച്ച് ദൈവം കൊണ്ടുവന്ന വിധങ്ങളെയെല്ലാം ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തോട് അല്പനേരം സ്തോത്രത്തോടെ പ്രാർത്ഥിച്ച് താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറപിടിച്ചു. താതൻ തിരുകരം തേടി എത്തി, തന്റെ മാർവോട് ചേർത്തണച്ചു. താതൻ തിരുകരം തേടിയെത്തി, തന്റെ മാർവോട് ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ അനുദിനവുമെന്നിൽ പരമേ. പരിശുദ്ധാത്മാവായി നിറയ്ക്കാൻ അനുദിനവുമെന്നിൽ പരമേ. തിരുവേലി തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലി തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ.
സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവ്, അങ്ങ് ഞങ്ങൾക്ക് തന്ന കൂട്ടായ്മയ്ക്കും പ്രത്യേക ഇന്ന് വായിച്ച വചനത്തിനുമായി തുടർന്നുള്ള ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ. ദൈവം ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ദൂരത്തും ചാരത്തും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപോലെ അനുഗ്രഹിക്കണമേ. വചനത്തിലൂടെ, ആത്മാവിലൂടെ, കൃപാവരങ്ങളിലൂടെ ദൈവിക മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധ കർത്താവ് ഇന്ന് പകൽ ഇടയാക്കണമേ. ദൈവ നാമ മഹത്വം ഇന്ന് പകലത്തെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എന്റെ കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. സന്തോഷമുള്ളവർ കരം ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇതിന്റെ പ്രതിഫലമെല്ലാം എനിക്കാണ്, എന്റെ അക്കൗണ്ടിലേക്കാണ്, എന്റെ പാസ്ബുക്കിലേക്കാണ്. ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ്. കാരണം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ സ്തുതിച്ചാൽ ആ സ്തുതിയുടെ പ്രതിഫലം കിട്ടും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. എന്റെ അക്കൗണ്ട് നിറയും, നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്നും കാണില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ പ്രതിഫലം വല്ലം വരണമെങ്കിൽ ആരും നിർബന്ധിക്കാതെ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആരും പറയാതെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ആരേലും പറഞ്ഞിട്ടാണോ കുറ്റം പറയുന്നത്? ആരേലും നിർബന്ധിച്ചിട്ടാണോ പരദൂഷണം പറയുന്നത്? ആണോ? അല്ല. ഹല്ലേലൂയ സ്തോത്രം പറയാം എല്ലാരും എന്ത് ചെയ്യണം? നിർബന്ധിക്കണം. ഞാനത് പറഞ്ഞ് ഓവറാക്കുന്നില്ല, ചിലപ്പോ അന്തരീക്ഷം വരെ മാറി. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 4-ാം വാക്യം വളരെ സുപരിചിതമാകുന്ന ഒരു വാക്യമാണ്. ഇസ്രായേൽ ജനത്തിനെ വാഗ്ദത്ത കനാനിലേക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓർമ്മപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. എന്തിനാ ഓർമ്മപ്പെടുത്തുന്നത്? ഒരു കാര്യം ഒരാളെ ഓർമ്മപ്പെടുത്തുന്ന എന്തിനാ? ഒന്ന്, മറന്നു പോകാതിരിക്കാൻ. രണ്ട്, അവര് മറന്നു. ഈ രണ്ട് കാര്യത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന് മറക്കാതിരിക്കാനും, രണ്ട് മറന്നതുകൊണ്ടും. സ്തോത്രം. ഇവിടെ ചരിത്രം പഠിക്കുമ്പോൾ മറക്കാതിരിക്കാൻ പറഞ്ഞതല്ല, മറന്നതുകൊണ്ട് പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്കറിയാവുന്ന ചരിത്രമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് വേറെ. സ്തോത്രം. വസ്ത്രത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. വസ്ത്രം, അതാ സബ്ജക്റ്റ്. വസ്ത്രം, അതിനെ കുറിച്ചാ പ്രസംഗിക്കാൻ പോകും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന്റെ തിരുവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു.
ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. അപ്പോൾ ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് ഇവര് ദൈവം നടത്തിയ വഴികൾ മറന്നു. ഇസ്രായേൽ ജനത്തെ നടത്തിയ ചരിത്രം ഞാൻ എടുക്കുന്നില്ല, കാരണം അത് എടുത്താൽ ഒരുപാടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അത് എടുക്കുന്നില്ല, നിങ്ങൾക്കറിയാലോ, സുപരിചിതമാണല്ലോ. പക്ഷേ ഈ വാക്യം വായിച്ചതിന്റെ പിൻപിലുള്ള കാരണം ഒന്ന് ബോധ്യപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. നീണ്ട 40 വർഷം ദൈവം നടത്തിയ വിധങ്ങൾ അവരങ്ങ് മറന്നപ്പോൾ ദൈവം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നീണ്ട 40 വർഷം ഞാൻ നിങ്ങളെ നടത്തി, നിങ്ങളുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല. ആമേൻ, ആമേൻ, ആമേൻ. അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല, അല്ലേ? നിങ്ങളുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. ഈ നീണ്ട 40 വർഷവും നിങ്ങൾ യൂസ് ചെയ്ത ഡ്രസ് ഒന്ന് തന്നെ ആയിരുന്നു. നിങ്ങൾ യൂസ് ചെയ്ത സ്ലിപ്പർ, ചെരുപ്പ് എന്തായിരുന്നു? ഒന്ന് തന്നെയായിരുന്നു. അത് മാറിപ്പോകാൻ അല്ലെങ്കിൽ മാറ്റി വേറൊന്ന് ധരിക്കേണ്ടി വന്നില്ല. ഒന്ന് ആലോചിച്ച ദൈവത്തിന്റെ നടത്തിപ്പോ. ഇന്ന് പകലത്തെ സെക്ഷൻ ഇട്ടത് ഇന്ന് വൈകിട്ടിടാൻ പറ്റത്തില്ല. നമുക്ക് പറ്റുമോ? ഇടുന്നവരുണ്ടാവും. ഇന്ന് പകല് നമ്മൾ ഇവിടെ ഇരുന്ന് ഉച്ചവരെ മീറ്റിംഗിൽ ഇരുന്നിട്ട് ഈ ഡ്രസ്സ് നമുക്ക് വൈകിട്ടിടാൻ പറ്റത്തില്ല. ഉച്ചയാകുമ്പോഴത്തേന് ഇത് മുഷി, അല്ലേ? മുഷി, കാരണം ചൂട് അങ്ങനെ. നിങ്ങളൊന്ന് ആലോചിച്ച്, നീണ്ട 40 വർഷം, ഞാൻ 4 മണിക്കൂറത്തെ കാര്യം പറഞ്ഞു. നീണ്ട 40 വർഷം മരുഭൂമിയിലൂടെ നടന്നിട്ട് അവരുടെ ശരീരത്തിൽ ധരിച്ച വസ്ത്രം ഒന്നും മുഷിഞ്ഞില്ലെന്ന്. നമ്മളൊരു സ്ലിപ്പർ മേടിച്ചാൽ, ഒരു ചെരുപ്പ് മേടിച്ചാൽ എത്ര നാള് നമ്മൾ ഉപയോഗിക്കും? സ്തോത്രം, ഹല്ലേലൂയ. സൂക്ഷിക്കുന്നവരാണ് കുറച്ച് നാളൊക്കെ ഉപയോഗിക്കുക. ഒരു സൂക്ഷിപ്പും ഇല്ലാത്തൊക്കെയാണ് ആഴ്ച ചെരുപ്പ് മേടിക്കുന്നത്. പക്ഷെ നോക്കിയാൽ നീണ്ട 40 വർഷം അവരതുവഴി നടന്നിട്ട് അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോ എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നിരുന്നു. രാമൻ എത്ര പേര് പറയും? ഞാൻ ഇന്ന് പകൽ ദൈവം നടത്തിയ വിധങ്ങളെ ഒന്ന് അയവിറക്കാൻ കഴിയുന്നവർ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ഒന്ന് കണ്ട് ദൈവത്തിനൊരു ഹല്ലേലൂയ പാടാമോ? ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഇതുവരെ എത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. പല സന്ദർഭങ്ങളിലും ആ ദൈവത്തെ മറന്നുപോയിട്ടും ആ ദൈവം നമ്മളെ മറക്കാത്ത വിശ്വസ്തത ഓർത്താൽ എത്ര പേർക്ക് മൗനമായി ഇരിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? ഇതുവരെ എന്നെ കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്താൽ എന്റെ ദൈവത്തെ മറക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്റെ ദൈവത്തെ മറക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്റെ ദൈവത്തെ മറന്ന് ജീവിക്കാൻ എനിക്ക് കഴിയത്തില്ല. കാരണം അത്രയ്ക്കും അത്ഭുതകരമായിട്ടാണ് എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നത്. നന്ദിയുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൈസ കൊണ്ട് പോക്കറ്റ് നിറഞ്ഞിരിക്കുന്നവനും ജീവിച്ചിട്ടുണ്ട്, എന്നാൽ ഒന്നുമില്ലാത്തവനും ജീവിക്കുന്നുണ്ട്. സ്വത്രം, ഒരാമേൻ എത്ര പേര് പറയും? ഉള്ളവൻ ഉള്ളത് കൊണ്ട് ജീവിക്കുമ്പോ ഇല്ലാത്തവനെ കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ ദൈവം നടത്തുമെന്ന് ഇന്ന് പകൽ എനിക്ക് ഉറപ്പാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്?
എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഉറപ്പുള്ളവര് രാമേൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തിനാ ഈ വാക്യം അവിടെ എഴുതി ചേർത്തത്, എന്തിനാണ് ദൈവം ഇത് ഓർമ്മപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനം ദൈവം കൊണ്ടുവന്ന വിധങ്ങൾ മറന്നു. അതവരെ ഓർമ്മപ്പെടുത്തി. ഞാൻ നിങ്ങളെ 40 വർഷം കൊണ്ടുവന്ന വിധങ്ങൾ നിങ്ങൾ മറക്കരുത്. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയുന്നു. ദൈവം നടത്തിയ വിധം മറക്കരുത്. ദൈവം നിങ്ങളെ കൊണ്ടുവന്ന വിധം മറക്കരുത്. ചിലപ്പോൾ ചില വർഷങ്ങൾ പുറകിൽ അനുഭവിച്ച നന്മയോ സന്തോഷമോ ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലെന്ന് വരാം. എങ്കിലും നിങ്ങൾ ദൈവത്തെ മറക്കരുത്. അന്നത്തെ ചില അവസ്ഥകളല്ല ഇന്നെന്ന് വരാം. എങ്കിലും നിങ്ങൾ ദൈവത്തെ മറക്കരുത്. ഈ അവസ്ഥയിലും ദൈവം നിങ്ങളെ നടത്തുന്നില്ലേ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും നിങ്ങൾ ദൈവത്തെ മറക്കരുത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം ശക്തനാണ്. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകൾ നിനക്കറിയാമല്ലോ. അപ്പൊ ദൈവം എന്നോട് എപ്പോഴും എന്റെ ഹൃദയത്തോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: എന്നും ഇങ്ങനെ പോകാൻ ഞാൻ അനുവദിക്കുന്ന ദൈവമല്ല. എന്നും ഇങ്ങനെ പോകാൻ ഞാൻ അനുവദിക്കുന്ന ദൈവമല്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ സമയത്ത് ഞാൻ ഇതിന് മാറ്റം വരും. പക്ഷേ പണ്ടിമാന്റെ ഒരു വ്യവസ്ഥ, ദൈവത്തെ മറക്കരുത്. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് മറന്ന ചിലരോട് ഇടപെടുന്നു. ദൈവത്തെ മറക്കരുത്. ഇന്ന് നീ മടങ്ങി വരണം. നീ ദൈവത്തെ മറന്ന ചില ഇടങ്ങളിൽ നിന്ന് ഇന്ന് പകൽ നീ മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയും. ഇവിടെ ഒരു വസ്ത്രത്തെ കുറിച്ച്, ചെരുപ്പ് ഞാൻ എടുക്കുന്നില്ല. 2 വിഷയമാണ്, വസ്ത്രം, ചെരുപ്പ്. ചെരുപ്പ് എടുക്കുന്നില്ല, കാരണം വസ്ത്രം തന്നെ പ്രസംഗിച്ച് തീർക്കാൻ പറ്റുമോന്ന് ഡൗട്ടാണ് ടൈം. അതുകൊണ്ട് വസ്ത്രം മാത്രം ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താം. ചെരുപ്പ് അതിന്റെ ആത്മീയ മേഖല എടുക്കുന്നില്ല. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ 5 വസ്ത്രത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 5 വസ്ത്രം. എത്ര വസ്ത്രം? 5 വസ്ത്രം. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ 5 വസ്ത്രം. ഈ 5 വസ്ത്രം നമുക്കൊന്ന് ധ്യാനിക്കാൻ ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. സമയം പോലെ നമുക്കത് ചെയ്യാം. 5 വസ്ത്രം. അപ്പം ഈ ദൈവം നമ്മളെ ധരിപ്പിക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തിന് പ്രത്യേകതകൾ കാണും അല്ലേ? ഉറപ്പാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രമൊക്കെ ബ്രാൻഡഡ് ആണേലും ദൈവം ധരിപ്പിക്കുന്ന വസ്ത്രത്തിന്റെ അത്രയൊന്നും വരത്തില്ല. പ്രത്യേകതകൾ കാണും. അതുകൊണ്ടാണ് ഈ ഭാഗം ചിന്തിക്കാമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിച്ചത്. ശ്രദ്ധിച്ചേ, 1-ാമത്തെ വസ്ത്രം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം. ഉൽപ്പത്തി 3:21, 1-ാം വസ്ത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ വസ്ത്രത്തിന്റെ പേരാണ് തോൽ വസ്ത്രം. തോല് കൊണ്ടുള്ള വസ്ത്രം. അതാണ് 1-ാമത്തെ വസ്ത്രം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ദൈവം ആദമിനും ഹവ്വയ്ക്കും തോലുകൊണ്ടൊരു വസ്ത്രം ഉണ്ടാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്കറിയാം, ആ തിരുവെടുത്ത് പഠിക്കുമ്പോൾ മനുഷ്യന്റെ നഗ്നത മറച്ചത് ദൈവത്തിന്റെ തേജസ് അല്ലേ? മനുഷ്യന്റെ നഗ്നത മറച്ചത് എന്താണ്? ദൈവത്തിന്റെ തേജസ് ആയിരുന്നു. ദൈവത്തിന്റെ തേജസ് എന്ന് വെച്ചാൽ ആദമും ഹവ്വയും പ്രകാശത്തിൽ അങ്ങ് പൊതിഞ്ഞു നിൽക്കുക.
ഇവരുടെ നഗ്നത പുറത്ത് കാണത്തില്ല. ഇവരുടെ ആദ്യത്തെ വസ്ത്രമെന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ട വസ്ത്രമാണ്. അതെങ്ങനെ നഷ്ടപ്പെട്ടതെന്ന് നമുക്കറിയാം. അവര് പാപം ചെയ്തു, അല്ലെ? പാപം ചെയ്തു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ മെസ്സേജ് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞ പോലെ ഒരാപ്പിള് കടിച്ചതിന് ഇത്രയും വലിയ ശിക്ഷ ഒന്നും ദൈവം കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അങ്ങനെയാണ് ചിലരുടെ ഒരു മൈൻഡിൽ, ചിലരുടെ മൈൻഡിലൊക്കെ ഒരു ആപ്പിളല്ലേ അവര് കഴിച്ചത്, അത് അവർക്ക് കഴിക്കാൻ വേണ്ടി ദൈവം നട്ടുപിടിപ്പിച്ച ആപ്പിളുകളല്ലേ, മരമല്ലേ. ഉടനെ ആപ്പിള് കഴിച്ചുകൊണ്ടല്ല ദൈവം അവരെ ഏദനിൽ നിന്ന് പുറത്താക്കി. നിയമലംഘനം നടത്തി. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യും. ഇതാ പ്രശ്നം. ഒരു ഉദാഹരണം കൂടെ അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ഒരു വഴി പ്രശ്നം, രണ്ടു കൂട്ടർ തമ്മിൽ ഒരു വഴി പ്രശ്നം. ആ വഴി പ്രശ്നം വന്നപ്പോഴത്തേന് ഒരു കോടതിയിലായി. കോടതി എന്ത് ചെയ്തു? പോലീസുകാരൊക്കെ വന്നിട്ട് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മത്തായിച്ചന്റെ കടയിൽ പോയി ഒരു 30 രൂപയുടെ കയറ് മേടിച്ചോണ്ട് വാ, എന്നിട്ട് വലിച്ച് കെട്ട്. ഇനി കോടതിയിൽ ഒരു നിയമം വരുന്നത് വരെ ഈ വിഷയത്തിന്റെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടാകും. അവര് വന്നു, വലിച്ചെല്ലാം കെട്ടി. ഇതെല്ലാം കെട്ടി അവര് തിരിച്ചു പോയപ്പോൾ ഒരു ബോധവും വിവരമില്ലാത്ത ആ വീട്ടിലെ ഒരു പയ്യൻ വന്നിട്ട്, ആരാടാ ഞങ്ങളുടെ വഴി ഇത് കെട്ടിയെന്ന് പറഞ്ഞൊരു കയറ് ആ പിച്ചാത്തി എടുത്ത് എന്ത് ചെയ്തു? ആ കയറങ്ങ് മുറിച്ചു. മുറിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പോയ പോലീസ് വണ്ടി പോയതുപോലെ എന്ത് ചെയ്തു? തിരിച്ചു പോയി. എന്നിട്ട് ഇവനെ എന്ത് ചെയ്തു? എടുത്ത് ജീപ്പിനകത്ത് എടുത്തിട്ടു. അപ്പൊ ഒരു ബോധമില്ലാത്തൊരു അമ്മച്ചി അവിടെ എന്ന് പറയാ, എടാ ഒരു 30 രൂപയുടെ കയറ് കട്ട് ചെയ്തതിന് ഇവനെന്തിനാ പിടിച്ചോണ്ട് പോകുന്നേ? 100 രൂപ ഞാൻ തരാം, നിങ്ങൾ മത്തായിച്ചന്റെ അവിടെ പോയി 2 കയറ് മേടിച്ചോ. 2 അല്ല 200 കയറ് മേടിച്ചു കൊടുത്താൽ ഇവനെ വിടുവോ? ഇവനെ വിടുവോ? കയറ് മുറിച്ചതല്ല പ്രശ്നം, നിയമം ലംഘിച്ചു. അതാ പ്രശ്നം, അതാ പ്രശ്നം. ദൈവത്തിന്റെ തേജസ് അവരുടെ ശരീരത്തെ മുഴുവനും മറച്ച ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടാൻ കാരണം ആപ്പിള് കഴിച്ചതല്ല. ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ മാറ്റിക്കോണം. പണ്ട് സ്കൂളിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ. ആപ്പിള് കഴിച്ചത് കൊണ്ട് അവര് ഏതിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പഠിപ്പിക്കരുതേ ടീച്ചേഴ്സ്. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ഒന്നും മറവല്ലല്ലോ, ദൈവാത്മാ വിവേചനം. ഹല്ലേലൂയ. അങ്ങനെ പഠിപ്പിക്കരുത്. ആപ്പിള് കഴിച്ചത് കൊണ്ടല്ല അവരെ ഏതിൽ നിന്ന് പുറത്താക്കിയത്, ദൈവ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടത്. മറിച്ച് ഹല്ലേലൂയ, ദൈവം കൽപ്പിച്ച കൽപ്പന ലംഘിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. നിയമലംഘനം നടത്തി. ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റത്തില്ല. ഉടനെ ഇവരുടെ നഗ്നത മനസ്സിലാക്കിയപ്പോൾ ഇവരെന്ത് ചെയ്തു? അത്തിയുടെ ഇല എടുത്ത്, സ്തോത്രം, അപ്പൊ തന്നെ ഇവരങ്ങ് ടൈലറായി. പെട്ടെന്ന് ഇല എടുത്തിട്ട് എന്ത് ചെയ്തു? കുത്തിയൊക്കെ വെച്ച് നഗ്നത മറച്ചു. പ്രീശല്ലോ. ദൈവം പറഞ്ഞു, ഉറപ്പാണ് നിങ്ങൾ ഏതിൽ നിന്ന് പുറത്താണ്, ഏതിൽ നിന്ന് പുറത്താണ്. പക്ഷെ ഈ പരുവത്തിന് എങ്ങനെ വിടുന്നത്? പുറത്തോട്ട്. സ്തോത്രം. ഈ പരുവത്തിന് വിട. ദൈവം എന്ത് ചെയ്തു? അതാണ് നമ്മൾ വായിച്ച വാക്യം. ദൈവം എന്ത് ചെയ്തു? തോലുകൊണ്ടൊരു വസ്ത്രം ഉണ്ടാകും. ഇതെന്തിനെയാ കാണിക്കുന്നത്? ഈ വസ്ത്രം എന്തിനെയാ കാണിക്കുന്നത്? അതാ പറയാൻ മതി. ഈ വസ്ത്രം എന്തിനെയാ കാണിക്കുന്നത്? ഇത് വീണ്ടെടുപ്പാണ്. ഇത് വീണ്ടെടുപ്പിന്റെ വസ്ത്രം. രാമൻ പറയാമോ? അത് നിഴലാണെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ദൈവം ഏതനിൽ അവരെ ധരിപ്പിച്ച
തോൽ കൊണ്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത് അത് വീണ്ടെടുപ്പിനെ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ മക്കളെ, ഇപ്പോൾ നിങ്ങളെ താൽക്കാലികമായി ഏദനിൽ നിന്ന് ഞാൻ പുറത്താക്കിയാലും ഈ വസ്ത്രം നിങ്ങളെ ഞാൻ ധരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് പുറകിൽ കാൽവറിയുടെ കൊലക്കളത്തിൽ ഹല്ലേലൂയ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി പരമയാഗമായി തീർന്ന ക്രിസ്തുവിലൂടെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ തേജസ്സിന്റെ വസ്ത്രത്തെ മടക്കി കൊണ്ടുവരാൻ എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് തോൽ കൊണ്ടുണ്ടാക്കിയ വസ്ത്രം എന്തുകൊണ്ട് അവരെ ധരിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നിഴലായിട്ട് നിൽക്കുക. അതൊരു നിഴലായിട്ട് നിൽക്കുക. നഷ്ടപ്പെട്ടു പോയ തേജസ് നിങ്ങളിലേക്ക് മടക്കി തരുന്ന ഒരു സമയം വരുന്നുണ്ട്. ആ സമയം വരുന്നുണ്ട്. അത് വേറെ ആരിനാലുമല്ല, എന്റെ സ്വപുത്രനിലൂടെ. ആമേൻ. ഇന്ന് പകൽ നമ്മൾ തേജസ് ഇല്ലാത്തവരാണോ? ആണോ? അല്ല. നമ്മളിൽ ഒരു ദൈവിക തേജസ് ഉണ്ട്. നമ്മളിൽ ഒരു ദൈവിക തേജസ് ഉണ്ട്. പുറമെ നോക്കുമ്പോൾ വലിയ കോലമൊന്നും ഇല്ലെങ്കിലും നീ ആത്മാവി പ്രാർത്ഥിച്ച് നന്ദി പറ. നിന്റെ അകത്തൊരു തേജസ് ഉണ്ട്. നിന്റെ അകത്തൊരു തേജസ് ഉണ്ട്. അത് വിശ്വസിക്കുന്നവരൊരു ആമേൻ പറഞ്ഞു. നിന്റെ അകത്തൊരു തേജസ് ഉണ്ട്. നിന്റെ അകത്തൊരു തേജസ് ഉണ്ട്. നിന്റെ ക്രിസ്തുയേശുവിലൂടെയുള്ള വീണ്ടെടുപ്പിലൂടെ നിന്റെ അകത്തു ദൈവം പകർന്നിരിക്കുന്ന ഒരു തേജസ് ഉണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ തേജസ് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് വചനത്തിന്റെ വെളിപ്പാട് അകത്തോട്ട് കയറുന്നുണ്ട്? തേജസ് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ തേജസ് അകത്തുള്ളവന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ തേജസ് അകത്തുള്ളവരുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ ഞാൻ വചന വെളിപ്പാടിൽ വിളിച്ചു പറഞ്ഞാൽ, ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽ ആ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ നീ വെറുതെ ഇരിക്കുന്നവളല്ല, നീ വെറുതെ ഇരിക്കുന്നവനല്ല. നിന്റെ അകത്തു ദൈവത്തിന്റെ തേജസ് ഉണ്ട്. വീണ്ടെടുപ്പിന്റെ വസ്ത്രം ദൈവം നിന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. നിന്റെ അകത്തൊരു സാന്നിധ്യമുണ്ട്. ഇന്ന് നീ അതിനെ ഒതുക്കി വെക്കരുത്. ചൂടാര ഹംദര ദീപന ഹംദൽ പ്രവാചന ഹത്വരാത്മാ ജഗസിയാധര. ഇന്ന് പകല സാന്നിധ്യം വെളിപ്പെടട്ടെ. ഇന്ന് പകല സാന്നിധ്യം വെളിപ്പെടട്ടെ. ഇന്ന് പകല സാന്നിധ്യം വെളിപ്പെടട്ടെ. ഇന്ന് പകല സാന്നിധ്യം വെളിപ്പെടട്ടെ. തേജസ് ഉണ്ടോ? വീണ്ടെടുപ്പിന്റെ വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ടോ? കുഞ്ഞെ, സാന്നിധ്യം നിന്റെ അകത്തുണ്ടെന്ന് പ്രസംഗം കേൾക്കണ്ട, നിനക്കത് അനുഭവിക്കാൻ. പാട്ടുപാടണ്ട, നിനക്കത് അനുഭവിക്കാൻ. കൈയടിക്കണ്ട, നിനക്കത് അനുഭവിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. തുള്ളിച്ചാടണ്ട, നിനക്കത് അനുഭവിക്കാൻ. തേജസ്സിന്റെ വസ്ത്രം നിന്നെ ധരിപ്പിച്ചിട്ടുണ്ടോ? വീണ്ടെടുപ്പിന്റെ വസ്ത്രം നിനക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരിക്കും. ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരിക്കും. ഇന്ന് പകൽ അത് അനുഭവിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. അത് അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അത് അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. അത് അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽ എന്നോട് ആത്മാ
പറയുന്നു, ആ തേജസ്സിന്റെ പ്രസൻസ്, ആ തേജസ്സിന്റെ സാന്നിധ്യം മൺകൂടാരങ്ങളിലേക്ക് ഒന്നോടൊന്ന് തികവോടെ വെളിപ്പെടുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഇന്ന് പകൽ അത് അനുഭവിക്കാൻ വാഞ്ചയുള്ളവർ, താല്പര്യമുള്ളവർ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് അത് അനുഭവിക്കാൻ തയ്യാറാകെ. Rakamana, Kudala Shandaraja, Kudarama Sandakravagana, Handaraja Tamanagadaga, ever point in the Sanityam, ever point in the Vedula Devika presence, ever point in the Vedula Devika presence, in the Vagalagra, വാണുകൊണ്ടിരുന്ന എന്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ആ തേജസ്സിന്റെ സാന്നിധ്യം എന്റെ മേൽ പുതുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ഈ വസ്ത്രം വന്ന് വീഴുന്ന കാഴ്ച ഞാൻ വെളിപ്പാടി കാണുന്നു. പ്രാർത്ഥിക്കുക, ആത്മാവി പ്രാർത്ഥിക്കുക, ആത്മാവി പ്രാർത്ഥിക്കുക. ഞാൻ വെളിപ്പാടി കാണുക, വെളിപ്പാടി കാണുക. നിന്റെ മേൽ ഒരു തേജസ്സിന്റെ വസ്ത്രം, അല്ലെങ്കിൽ മിന്നി തിളങ്ങുന്ന, അല്ലെങ്കിൽ മിന്നി തിളങ്ങുന്ന ഒരു വസ്ത്രം പറന്നിറങ്ങുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവി കാണുക. കർത്താവേ എന്റെ മേലത് പകരണമേ, കർത്താവേ എന്റെ മേലത് പകരണമേ, യേശുവേ എന്റെ മേലത് പകരണം. ഉഡാല ഹംദര ജഗന ഉഡമ ശങ്കന റീബാല അധുര പ്രവ ജഗധന. നിങ്ങൾക്ക് ഈ വസ്ത്രത്തിന്റെ വാല്യൂ അറിയാവോ? വില അറിയാവോ? ഞാൻ വെളിപ്പാട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ കാണുക, മിന്നി തിളങ്ങുന്നൊരു വെള്ള വസ്ത്രം, മിന്നി തിളങ്ങുന്നൊരു വെള്ള വസ്ത്രം. ആകാശത്ത് പട്ടം പറക്കത്തില്ല, പട്ടം അതുപോലെ പറന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നു. എല്ലാവരുടെ മേൽ വീഴുമെന്ന് വിചാരിക്കേണ്ട വെറുതെയാ. സ്തോത്രം. നിയോഗവും സമർപ്പണം ഉള്ളവരുടെ മേൽ ഇന്ന് വീഴുന്നത് ഞാൻ ആത്മാവിൽ അത് കാണുന്നു. നിങ്ങൾക്ക് ഈ വസ്ത്രത്തിന്റെ വാല്യൂ അറിയത്തില്ല, ഈ വസ്ത്രത്തിന്റെ വില നിങ്ങൾക്ക് അറിയത്തില്ല. വില അറിയണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. തേജസ്സിൽ ആദമും ഹവ്വയും, തേജസ്സിന്റെ വസ്ത്രത്തിൽ ആദമും ഹവ്വയും ജീവിച്ച സമയത്ത് രോഗമില്ലായിരുന്നു, പാപമില്ലായിരുന്നു, ബന്ധനമില്ലായിരുന്നു, ദുഃഖമില്ലായിരുന്നു, കഷ്ടതയില്ലായിരുന്നു, ഭാരമില്ലായിരുന്നു. ഹല്ലേലൂയ. നെഗറ്റീവ്സ് ഒന്നുമില്ല. ഈ വസ്ത്രം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇതെല്ലാം കയറിയത്. വെളിപ്പാട് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? വെളിപ്പാട് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഈ തേജസ്സിന്റെ വസ്ത്രം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാലും ജീവിക്കും. ഉറപ്പുള്ളവർ ആമേൻ പറ. അർത്ഥം, മരണം നിന്നെ കീഴടക്കത്തില്ല, രോഗം നിന്നെ കീഴടക്കത്തില്ല, ബന്ധനങ്ങൾ നിന്നെ കീഴടക്കത്തില്ല, അല്ലെങ്കിൽ ദുഃഖങ്ങൾ നിന്നെ കീഴടക്കത്തില്ല, കഷ്ടതകൾ നിന്നെ കീഴടക്കത്തില്ല. ഈ തേജസ്സിന്റെ അഭിഷേകം നിന്റെ അകത്ത് വ്യാപരിച്ചു കഴിഞ്ഞാൽ, ഈ തേജസ്സിന്റെ ശക്തി നിന്റെ അകത്ത് വ്യാപരിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങൾ നിന്നെ അകത്ത് ഭരിക്കത്തില്ലെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. വിശ്വസിക്കുന്നവരേറ്റെടുത്ത് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാമോ? രോഗം നിങ്ങൾക്കെതിരെ വന്നാലും നിന്നെ അത് കീഴ്പ്പെടത്തില്ല. കാരണം നീ പറ, തേജസ്സിന്റെ അഭിഷേകമായ അകത്ത്. പൈശാചിക ബന്ധനം നിനക്കെതിരെ പോരാടിയാലും നിന്നെ ജയിക്കത്തില്ല. നീ പറ, തേജസ്സിന്റെ അഭിഷേകമായ അകത്ത്. ഹല്ലേലൂയ. എന്തെല്ലാം എന്റെ ജീവിതത്തിൽ പിശാച് നീ ഇട്ടാലും നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല. തേജസ്സിന്റെ സാന്നിധ്യം. ജഗന
ഇത് ഒറ്റയ്ക്ക് ഞാൻ ധ്യാനിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുക. അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങിയ ദൈവശക്തി ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൂരത്തും ചാരത്തും ഇരിക്കുന്നവരുടെ അടുത്ത് ഇറങ്ങാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇറങ്ങാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം തുറക്കട്ടെ. തേജസ്സിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങി വാ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ നിർബന്ധപ്രകാരം ആരാധിക്കണ്ട. നിർബന്ധപ്രകാരം ആരാധിക്കണ്ട. ആമേൻ. ഹല്ലേലൂയ. നീ പറയുന്ന പോലെ ഇത് കുഞ്ഞുകളി കാര്യമല്ല. ഇത് കുഞ്ഞുകളി കാര്യമല്ല. ഇത് തേജസ്സിന്റെ സാന്നിധ്യമാണ്. ഇത് തേജസ്സിന്റെ സാന്നിധ്യമാണ്. അത് അനുഭവിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണമെന്ന്, അത് അനുഭവിക്കണമെങ്കിൽ ശരിയാകണമെന്ന്, അത് അനുഭവിക്കണമെങ്കിൽ വിട്ടുകളയേണ്ടത് വിട്ട് കളയണമെന്ന്, അത് അനുഭവിക്കണമെങ്കിൽ ആത്മാവിനോട് അടുക്കണമെന്ന്, അത് അനുഭവിക്കണമെങ്കിൽ ദൈവം എന്നൊരു ചിന്ത വേണം. അങ്ങനെ ഉള്ളവർ ഏറ്റെടുത്ത് പ്രാപിക്കുക. അങ്ങനെ ഉള്ളവർ ഏറ്റെടുത്ത് പ്രാപിക്കുക. അങ്ങനെ ഉള്ളവർ ഏറ്റെടുത്ത് പ്രാപിക്കുക. ഒരു തേജസ്സിന്റെ വസ്ത്രം ഇന്ന് മകൻ ഞാൻ ആത്മാവിൽ കാണുക. മിന്നി തിളങ്ങുന്ന വസ്ത്രം ആത്മാവിൽ കാണുക. ഏലീശ പറഞ്ഞ പോലെ പറയാ. ഏലീശ പറഞ്ഞ പോലെ ആത്മാവിൽ പറയാ. ഓ റോമസിയാഖരെ, ഞാൻ അത് പ്രാപിച്ചിട്ടല്ലാതെ ഈ യോർദാൻ വിട്ട് ഞാൻ പോകത്തില്ല. അത് പ്രാപിച്ചിട്ടല്ലാതെ ഈ കൂട്ടായ്മ വിട്ട് ഞാൻ പോകത്തില്ല. കണ്ണു തുറക്ക, കണ്ണു തുറക്ക, കണ്ണു തുറക്ക, കണ്ണു തുറക്ക, കണ്ണു തുറന്ന് കാണ. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അല്പനേരം ആരാധിക്കാൻ നിയോഗമുള്ളവർ ആരാധിച്ചു. ഇന്ന് പകൽ അല്പനേരം ആരാധിക്കാൻ നിയോഗം കിട്ടുന്നവർ ആരാധിച്ചു. ജഡത്തിന്റെ ഇഷ്ടത്തിന് നിങ്ങൾ വിധേയപ്പെടരുത്. ജഡത്തിന്റെ ഇഷ്ടത്തിന് നിങ്ങൾ വിധേയപ്പെടരുത്. ആത്മാവിന്റെ ഇഷ്ടത്തിൽ നിങ്ങൾ വിധേയപ്പെടുക. ഇന്ന് പകൽ നിങ്ങൾ ഇതുവരെ പ്രാപിക്കാത്തൊരു ദൈവ തേജസ്സിന്റെ ശക്തി നിങ്ങളുടെ മേൽ ആത്മാവ് അയക്കും. ഞാനൊരു കാര്യം പറയാം. നഷ്ടപ്പെടുത്താൻ എളുപ്പമല്ല. നഷ്ടപ്പെടുത്താൻ എളുപ്പമല്ല, പ്രാപിക്കാൻ ഇച്ചിരി പാടാണ്. ഞാനൊരു ചർച്ച ചെന്നപ്പോൾ ഒരു സഹോദരിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ വലിയൊരു ദുഃഖം അനുഭവിക്കുന്നു. അത് ഫൈനാൻഷ്യലി അല്ല, ഫിസിക്കലി ഉള്ള പ്രോബ്ലംസ് കൊണ്ടല്ല, സാമ്പത്തികമോ ശാരീരികമോ ഒന്നുമല്ല. സ്പിരിച്വലി നീ വലിയൊരു ദുഃഖം അനുഭവിക്കുന്നു. ദൈവാത്മാവ് കാണിക്കുന്നു. ഞാൻ ഇത് പറഞ്ഞതുമല്ല, പുള്ളിക്കാരി കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താണ് സിസ്റ്റർ പ്രോബ്ലം? എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ എൻ്റെ യൗവന പ്രായത്തിൽ അഭിഷേകത്താൽ നിറഞ്ഞ് വെളിപ്പാടിൽ ആരാധിച്ച ഒരാളാണ്. എന്നാൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ ഇനിയും എനിക്ക് ദൈവവും വേണ്ട, അഭിഷേകവും വേണ്ടെന്ന് ഞാൻ പറഞ്ഞുപോയി. അതിന്റെ പിറ്റേ ആഴ്ച മുതൽ ഇന്നുവരെ പിന്നെ ഞാൻ അന്യഭാഷ ആരാധിച്ചിട്ടില്ല. ഞാൻ 7 ഇരുന്നു, 21 ഇരുന്നു, 40 ഇരുന്നു, 3 ഇരുന്നു. പക്ഷേ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാനോ, എനിക്ക് പരിശുദ്ധാത്മാവിൽ വെളിപ്പാടുകൾ കാണാനോ, എനിക്ക് ആത്മസാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനോ കഴിയുന്നില്ല.
ഞാൻ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം പാസ്റ്റർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ കരഞ്ഞാൽ മതി. നിന്നോട് ദൈവം മനസ്സലിയുന്നത് വരെ നീ വെയിറ്റ് ചെയ്യണം. നിന്നോട് ദൈവം മനസ്സ് അലിയുന്നത് വരെ, ദൈവം നിന്നോട് കരുണ കാണിക്കുന്നത് വരെ, നിന്റെ കുറ്റം ദൈവം ക്ഷമിക്കുന്നത് വരെ നീ വെയിറ്റ് ചെയ്യണം എന്ന്. അതുവരെ നിനക്ക് കരയാം, അതുവരെ നിനക്ക് കരഞ്ഞു പോകാം. ഞാൻ പറഞ്ഞത്, നഷ്ടപ്പെടുത്താൻ ഒറ്റ വാക്ക് മതി, പ്രാപിക്കാൻ 1000 വാക്ക് പറഞ്ഞാലും ചിലപ്പോ കിട്ടണമെന്നില്ല. ഓർമ്മയിൽ വെച്ചോണം, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ജീവിത സാഹചര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ, അവസ്ഥകൾ പലതും മുമ്പിൽ വരുമ്പോൾ, ചിലപ്പം വായി തോന്നുന്നതൊക്കെ പാടും. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, നഷ്ടപ്പെടുത്താൻ ഒരു വാക്ക് മതി, പ്രാപിക്കാൻ ചിലപ്പോൾ 1000 വാക്ക് പറഞ്ഞാലും കിട്ടിയെന്ന് വരത്തില്ല. ആമേൻ, ആമേൻ. ഇന്ന് പകൽ ഒരു തേജസ്സിന്റെ വസ്ത്രം ആത്മാവ് ധരിപ്പിക്കുന്നു. ഞാനത് അനുഭവിക്കുന്നു. ഓൾറെഡി ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ഇപ്പോഴും അത് അനുഭവിക്കുന്നു. നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ജഡം അതിനെ ഒതുക്കും, സാഹചര്യം അതിനെ ഒതുക്കും. കാരണം അത് നിന്റെ മേൽ വന്നാൽ പിന്നെ രോഗം നിന്നെ ജയിക്കത്തില്ല. അത് നിന്റെ മേൽ വന്നാൽ പിന്നെ കഷ്ടത നിന്നെ ജയിക്കത്തില്ല. അതും നിന്റെ മേൽ വന്നാൽ ദുഃഖം പിന്നെ നിന്നെ ജയിക്കത്തില്ല. അതും നിന്റെ മേൽ വന്നാൽ പിന്നെ സാഹചര്യങ്ങൾ നിന്നെ ജയിക്കത്തില്ല. അതും നിന്റെ മേൽ വന്നാൽ ബലഹീനത നിന്നെ ജയിക്കത്തില്ല. അതും നിന്റെ മേൽ വന്നാൽ പാപം നിന്നെ തൊടത്തില്ല. അത് പിശാചിനെ അറിയാം. അതുകൊണ്ടല്ലേ പിശാച് തേജസ്സിന്റെ വസ്ത്രം കളയത്തക്കവണ്ണം ഉപായത്താൽ വഞ്ചിച്ചത്. കാരണം അവനറിയാം, തേജസ്സിന്റെ വസ്ത്രം പോയാലേ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇവരെ കിട്ടത്തുള്ളൂ. ആമേൻ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഒരു തേജസ്സിന്റെ വസ്ത്രം പരിശുദ്ധാത്മാവിന്റെ അകത്ത് നമ്മുടെ മേൽ അയക്കുകയാണ്. അതെല്ലാവരുടെ മേലും വീഴത്തില്ലെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. എന്നാൽ ചിലരുടെ മേൽ ഇന്ന് പകൽ അത് വീഴും എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു. താങ്ക് യു ജീസസ്. അവിടെ നിന്നാ തീരത്തില്ലല്ലോ. തേജസ്സിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. തേജസ്സിന്റെ സാന്നിധ്യം നമുക്കറിയാം. യെഹെസ്കേലിന്റെ പുസ്തകത്തിലുണ്ട്, ആലയത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി, പടികളൊക്കെ വിറച്ചു, ആലയം പ്രകാശം കൊണ്ട് നിറഞ്ഞു. ഇത് കണ്ടപ്പോൾ യെഹെസ്കേൽ സന്തോഷിച്ചു. ആമേൻ. ഒന്ന് ആലോചിച്ച് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും. ആലയം ദൈവത്തെ നിറഞ്ഞ, ഉമ്മരിപ്പടികളൊക്കെ വിറച്ചെന്ന് അങ്ങനെ വചനം പറയുന്നു. ഉമ്മരിപ്പടികളൊക്കെ വിറച്ചു, കുലുങ്ങി. ദൈവതേജസ് ഇറങ്ങിയാൽ ഇതൊക്കെ നടക്കും. സ്തോത്രം. പൗലോസും ശീലാസും ബന്ധിക്കപ്പെട്ട് കിടന്നപ്പോൾ ആത്മാവിൽ ആരാധിച്ചപ്പോ ഭൂകമ്പം ഉണ്ടായി. അടിത്തറ ഇളകി. കാര്യം എന്നാ? തേജസ് ഇറങ്ങിയാൽ ഇളകാതിരിക്കുവോ? തേജസ്സിന്റെ അഭിഷേകം ഇറങ്ങിയാൽ ഇളകാതിരിക്കുവോ? സ്തോത്രം. ജയിലിന്റെ അടിത്തറകളൊക്കെ അങ്ങോട്ട് കുലുങ്ങി, ഇരുമ്പ് വാതിലൊക്കെ കുലുങ്ങി, അല്ലെങ്കിൽ പൂട്ടിവെച്ചിരിക്കുന്ന താഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രില്ലേൽ അടിച്ചടിച്ച് അവസാനം തുറന്നു. മനസ്സിലാകുന്നുണ്ടോ? താഴെ വരെ പൊട്ടത്തക്കവണ്ണം
ഗ്രില്ലും ഹല്ലേലൂയ താഴും തമ്മിൽ കൂട്ടിയടിക്കത്തക്കവണ്ണം ആണ് ദൈവം വിറപ്പിച്ചത്. എത്ര പേർക്ക് ആത്മാവിൽ അത് കാണാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. തേജസ്സിന്റെ അഭിഷേകം ചെറുതാന്ന് വിചാരിക്കരുത്. തേജസ്സിന്റെ പകർച്ച ചെറുതാന്ന് വിചാരിക്കരുത്. ഇന്ന് പകൽക്കാലം നിനക്കത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിന്റെ വിടുതലാണെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. നിന്റെ വിടുതലാണെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. നിന്റെ വിടുതലാണെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. ആ വിടുതൽ ശാരീരികമായി മാത്രമല്ല, ശരീരത്തിലെ വിടുതൽ വെളിപ്പെടും. നിന്റെ സാമ്പത്തികത്തിലെ വിടുതൽ വെളിപ്പെടും. നിന്റെ ആത്മീയത്തിലെ വിടുതൽ വെളിപ്പെടും. നിന്റെ ജീവിതത്തിലെ വിടുതൽ വെളിപ്പെടും. നിന്റെ കുടുംബത്തിന്റെ അകത്ത് വിടുതൽ വെളിപ്പെടും. നിന്റെ നന്മയുടെ അകത്ത് വിടുതൽ വെളിപ്പെടും. കാരണം ഹല്ലേലൂയ, ദൈവത്തിന്റെ തേജസ് ഇന്ന് പകലത് ഇറങ്ങട്ടെ. ആ തേജസ് ഇറങ്ങട്ടെ. ആ തേജസ് ഇറങ്ങട്ടെ. ആ തേജസ് ഇറങ്ങട്ടെ. പ്രാർത്ഥിച്ചേ ആത്മാവിൽ. ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ ആ തേജസ് ഇറങ്ങുക. ആ തേജസ് ഇറങ്ങുക. ആ തേജസ് ഇറങ്ങുക. ആ തേജസ് ഇറങ്ങുക. ആ തേജസ് വെളിപ്പെടട്ടെ. ആ തേജസ് വെളിപ്പെടട്ടെ. ചൂടാര ഹംദാര ൂരാര ശംദാര കർമാര ൂടച്ചാര ധൂരേമ സേവാര അധ്വാര പ്രൗഢാര റീഗൽഖാന യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയും. ഈ തേജസ് ഇറങ്ങിയാൽ, നിന്റെ മേൽ ഈ തേജസ് ഇറങ്ങിയാൽ, ദൈവാത്മാവ് പറഞ്ഞ വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയാം, പൗലോസിന്റെ മേലും ശീലാസിന്റെ മേലും തേജസ് ഇറങ്ങിയപ്പോൾ വാതിലുകൾ തുറന്നു. വാതിലുകൾ തുറന്നു. വാതിലുകൾ തുറന്നു. അവിടെ തന്നെ വായിക്കുന്നു, ഏറ്റവും ഇരുട്ടുള്ള അറയിലാണ് ഇവരെ ഇട്ടത്. കാരാഗ്രഹ പ്രമാണിയുള്ളിടത്താണ് വെളിച്ചം. എന്നാൽ തേജസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇരുട്ടുള്ള മുറിക്കകം വെളിച്ചമായി. ഇരുട്ടുള്ള മുറിക്കകം വെളിച്ചമായി. ഇന്ന് ആത്മാ പറഞ്ഞ് തേജസ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ ചില ഇരുട്ട് മാറി അത് വെളിച്ചമായി വെളിപ്പെടും. അടഞ്ഞിരിക്കുന്ന ചില വാതിലുകൾ ഈ തേജസ് ഇറങ്ങുമ്പോൾ തുറക്കും. വിടുതൽ പ്രാപിക്കാൻ താല്പര്യമുള്ളവർ ഏറ്റെടുത്തു. ആ തേജസ് ഇറങ്ങട്ടെ. ആ തേജസ്സിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. ആ തേജസ്സിന്റെ പകർച്ച ഇറങ്ങട്ടെ. നിനക്ക് അസാധ്യമായത് സാധ്യമാക്കി തരാൻ ഈ തേജസ്സിന് കഴിയും. നിന്റെ മുമ്പിൽ ഒരു വഴിയില്ലെങ്കിലും, നീ വളരെ ഭാവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും, നിന്റെ കണ്ണതിനെ പ്രതി നനയുന്നുണ്ടെങ്കിലും, നീ ബന്ധിക്കപ്പെട്ടെങ്കിലും, എന്നോട് കർത്താവ് പറയുന്നു, നീ വേറെ ഒന്നും ചെയ്യണ്ട. ഈ തേജസ് നിന്റെ മേലെ നിറഞ്ഞ് നീ വിധേയപ്പെടുക. ഈ തേജസ് നിന്റെ മേലെ നിറഞ്ഞാൽ നീ ഒന്ന് വിധേയപ്പെടുക. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം. എന്നോട് കർത്താവ് പറയുന്നു, ഈ തേജസ് ഇന്ന് പകൽ പ്രാപിച്ചാൽ ഇന്ന് ചിലരുടെ ജീവിതത്തിലെ ഇരുട്ട് മാറും എന്ന് ആത്മാവ് പറയുന്നു. യെസ്, നീ ഒരു വെളിച്ചം കാണാൻ പോകുന്നു. പ്രാപിക്കുന്നവരോട് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ അവസ്ഥ മാറി ഒരു വെളിച്ചം നീ കാണും. രണ്ട് ദൈവനോട് പറയുന്നു,
ഈ തേജസ് പ്രാപിച്ചാൽ നീ തുറക്കാതെ തന്നെ ചില വാതിൽ തുറക്കപ്പെടും. നീ തുറക്കാതെ തന്നെ ചില വാതിൽ തുറക്കപ്പെടും. നീ തുറക്കാതെ തന്നെ ചില വാതിൽ. ആത്മാവിനോട് പറയുന്നു, ആര് പൂട്ടി എന്നുള്ളത് വിഷയമല്ല. ആര് പൂട്ടി എന്നുള്ളത് വിഷയമല്ല. തുറക്കുന്നതാണ് വിഷയം. തുറക്കുന്നതാണ് വിഷയം. ആര് പൂട്ടി എന്നുള്ളത് വിഷയമല്ല. ഇന്ന് പകൽ തുറക്കുന്നതാണ് വിഷയം. തുറക്കുന്നത്. ആത്മാവ് ഇടപെടുന്നു. ചിലത് ഓപ്പണാകാൻ, ചിലത് തുറന്നു വരാൻ, ചിലത് തുറന്നു വരാൻ നീ വിധേയപ്പെട്. ദൈവത്തിന്റെ തേജസ്സിന്റെ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങാൻ, ആ വസ്ത്രം നിന്റെ മേൽ വീഴാൻ നീ ഒന്ന് വിധേയപ്പെട്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്. ഒരു വിഷയം കൂടെ വെളിപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കാം. ബാക്കി വിഷയം ദൈവം അനുവദിച്ചാൽ അടുത്ത പുകൽ. ചിലര് മനസ്സിൽ ചിന്തിക്കുക, ഇത് വല്ലതും നടക്കുമോ, ഇത് വല്ലതും നടക്കുമോ, ഇങ്ങനൊക്കെ പറഞ്ഞ എപ്പോഴും പോകാറ്, ഇത് വല്ലതും തീർക്കും. ചിലർ മനസ്സിൽ ഇതിന്റെ ബാക്കി പ്രസംഗിക്കും. ഓക്കെ, സ്തോത്രം. ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ വസ്ത്രം ഒന്ന് വായി. അപ്പൊ ഒന്നാമത്തെ വസ്ത്രം മനസ്സിലായല്ലോ, വീണ്ടെടുപ്പിന്റെ വസ്ത്രം, തേജസ്സിന്റെ വസ്ത്രം. അതാണ് തോൽ കൊണ്ടുണ്ടാക്കിയ വസ്ത്രം. രണ്ടാമത്തത് സങ്കീർത്തനങ്ങൾ 30:11. 30-ാം സങ്കീർത്തനം 11-ാം വാക്യം. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ചു. രണ്ടാമത്തെ വസ്ത്രത്തിന്റെ പേരാണ് സന്തോഷമുള്ള വസ്ത്രം. സന്തോഷത്തിന്റെ വസ്ത്രം, സന്തോഷം പകരുന്ന വസ്ത്രം. രണ്ടാമത്തെ വസ്ത്രം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുക, നീ എന്റെ വിലാപത്ത്. അപ്പൊ സങ്കീർത്തനക്കാരൻ എന്തുണ്ട്? വിലാപം. ഈ വിലപിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇനി വിലപിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒന്നാമതെ ഫാന. അതൊക്കെ പറഞ്ഞ് ഒട്ടും കേൾക്കത്തില്ല. കരയുക. വേറെ അഭിപ്രായമുണ്ട്? പശ്ചാത്താപം. സ്തോത്രം. പോട്ടെ. ചിലപ്പോ വീട്ടിൽ ഞാൻ ചോദിച്ചോണ്ടിരുന്ന ചൂട് കൂടും. വിലപിക്കുക എന്ന് പറഞ്ഞാൽ മനം നൊന്ത് കരയുക. മനം നൊന്ത്, വെറുതെ കരയുന്നല്ല. ചിലരെ കണ്ടിട്ടില്ലേ, ഈ കരഞ്ഞാൽ നിർത്തത്തില്ല, ഇങ്ങനെ അങ്ങ് കരയും. അതെന്നാ ചോദിച്ചാൽ അത്രത്തോളം വേദന ഉള്ളിലുണ്ട്, അത്രത്തോളം ദുഃഖം ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് കര. അല്ലാതെ അവർക്ക് ഏതെങ്കിലും മനുഷ്യൻ കരയാൻ ആഗ്രഹിക്കും? ഇല്ലേ, ചിരിക്കാനല്ലേ ആഗ്രഹിക്കുന്നു. നിർത്താതെ കരയണമെങ്കിൽ അത്രത്തോളം ദുഃഖമുള്ളിൽ. വിലപിക്കുക, മനം നൊന്ത് കരയും. ഞാൻ ഇന്നലെ മീറ്റിങ്ങിന് പോയ അവിടെ ചർച്ചില് ഒരു പയ്യൻ, മിടുക്കനാണ് അവൻ. ഭയങ്കര ഫുട്ബോളിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഫുട്ബോൾ എന്ന് വെച്ചാൽ അവൻ മരിക്കും. 6th പഠിക്കുന്നത്, 6ാം ക്ലാസ്സിലാണ്. വലിയ ഒരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്ന് ആഗ്രഹം. CR7 ആകണമെന്നാണ് ആഗ്രഹം. റൊണാൾഡോ. ഞാനോട് സംസാരിച്ചു.
ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ കാണിച്ചു ഇവൻ ഒരു ടോപ്പ് ലെവലിലെത്തും. പക്ഷേ അത് ഈ ഫുട്ബോൾ എന്ന ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ചില അനുഗ്രഹിക്കപ്പെട്ട പൊസിഷൻസ്, അത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് അവന്റെ ഈ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടല്ല കിടക്കുന്നത്. അത് മറ്റൊരു മേഖലയാണ്. ഞാനത് അവനോട് പറഞ്ഞു. ഇത് പറഞ്ഞതുമല്ല, ഞാൻ നോക്കുന്നുണ്ട് ഇവന്റെ കണ്ണല്ല അങ്ങ് നിറഞ്ഞു. അപ്പൊ അവനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ, നിന്റെ മേലൊരു പ്രവചനാത്മാവിനെ ദൈവം തരും. നീ ഒരു ശുശ്രൂഷകനാകുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിന്റെ അകത്തൊരു പ്രവചനത്തിന്റെ അധികാരം ഉണ്ടായിരിക്കും. അത് നീ ജോലി ചെയ്താലും കൊള്ളാം, നീ എന്തോ ചെയ്താലും കൊള്ളാം, ഒരു പ്രവചനത്തിന്റെ കൃപ നിന്റെ അകത്തുണ്ടാകും എന്ന് പറഞ്ഞു. അവനോട് ചോദിക്കുക, കൊച്ചു പയ്യനല്ലേ, പാസ്റ്ററെ ആ കൃപ വന്നാ ഫുട്ബോൾ കളിക്കാൻ പറ്റും എന്ന് വെച്ചാൽ അത് വരുന്നത് കൊണ്ട് ഫുട്ബോൾ കളിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നറിയാൻ വേണ്ടി. ഞാൻ അവനോട് പറഞ്ഞു, പോലെ നീ കളിച്ചോ, നീ ഫുട്ബോൾ കളിക്കേണ്ട നല്ല ദൈവാത്മാവ് പറഞ്ഞു. ഇവനൊന്നിരുന്ന് പൊട്ടി അങ്ങ് കരയുക, അങ്ങ് പൊട്ടി കരയുകയാണ്. ഞാനപ്പോ ഓർത്ത് ദൈവമേ പറഞ്ഞും പോയല്ലോ, ഇവനോട് ഈ ദൈവം കാണിച്ച് വെളിപ്പാട് പറഞ്ഞും പോയല്ലോ. ഇവനങ്ങ് പൊട്ടി അങ്ങ് കരയുക. സ്തോത്രം. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാനത് ഫാദറിനോട് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, ഇവനെ കുറിച്ചൊരു ദൈവ പദ്ധതി ഉണ്ട്. അവനിപ്പോൾ ഫുട്ബോൾ കളിച്ചോട്ടെ, ഒരു വശത്തൂടെ അവൻ കളിച്ചോട്ടെ, പ്രശ്നമില്ല. പക്ഷെ അവൻ വളരുന്ന അനുസരിച്ച് നിങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കും. അല്ലെങ്കിൽ അവന്റെ മനസ്സും മുഴുവനും ഇതിന് കൊടുത്താൽ നാളെ ഒരിക്കൽ ദൈവം ഒരുക്കുന്നതിലേക്ക് മനം തിരിഞ്ഞു വരാൻ അവന് കഴിഞ്ഞില്ലെന്ന് വരും. അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് കാര്യം. ഇപ്പൊ പ്രശ്നമില്ല, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു. അവനെ സ്തോത്രം. അവസാനം എന്റെ കൂടെ ഇരുന്നൊരു ഫോട്ടോയും എടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ഈ മനസ്സിന് ദുഃഖം വന്നാൽ, മനസ്സിന് നൊമ്പരം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലൊരു വേദന ഈ സങ്കീർത്തനക്കാരനുണ്ട്. അതുകൊണ്ടല്ലേ അദ്ദേഹം അത് എഴുതിയേ. നാം പറയാ, എനിക്ക് വിലാപമുണ്ടായിരുന്നു, പക്ഷേ എന്റെ വിലാപത്തെ എന്റെ ദൈവം നൃത്തമാക്കി. എന്റെ രട്ട് അവൻ അഴിച്ചു. രട്ടെന്ന് പറഞ്ഞാൽ മീനിങ് രോഗം, ബലഹീനത, മരണം. ഇതാണ് രട്ടെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗമുണ്ട്, ബലഹീനതകളുണ്ട്, മരണം. ഇതിനെയാണ് രട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്തിനായിരിക്കും സങ്കീർത്തനക്കാരൻ കരഞ്ഞത്? എന്തിനായിരിക്കും സങ്കീർത്തനക്കാരൻ കരഞ്ഞത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബലഹീനത മീൻസ് തെറ്റല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതുള്ള ബലഹീനത, കുറവല്ല ഉദ്ദേശിച്ചത്. ശരീരത്തിന് ബലഹീനത, രോഗമുണ്ടാകാം, മരണകരമാകുന്ന അവസ്ഥ മുൻപിലുണ്ട്. മരണകരമാകുന്ന അവസ്ഥ മുൻപിലുണ്ട്. മരണകരമാകുന്ന അവസ്ഥ മുൻപിൽ. ഹലോ, ആത്മാവി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചിലതിന്ന് പകൽ അഴിയുമെന്ന് ദൈവം പറയുന്നു. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ വിലപിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ കരയുന്നത്? എന്താണ് ഈ മനുഷ്യന്റെ ദുഃഖം? താൻ അനുഭവിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ട്. രണ്ട് എന്നെ എന്ത് ചെയ്തിരിക്കുക? കെട്ടിവെച്ചിരിക്കുക. എന്നെ കെട്ടിവെച്ചിരിക്കുന്നു, എന്നെ കെട്ടിവെച്ചിരിക്കുന്നു, എന്നെ കെട്ടിവെച്ചിരിക്കുന്നു.
ഞാൻ ഇതിന്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ വകയില്ല. എപ്പോഴും എനിക്ക് വേദനയാ, എപ്പോഴും എനിക്ക് ദുഃഖമാ, എപ്പോഴും എനിക്ക് കണ്ണുനീര. ഈ രട്ടിന്റെ വസ്ത്രം എന്നഴിയുന്നു, അപ്പോഴേ എനിക്ക് പുതിയ വസ്ത്രം വരുന്നു. അപ്പൊ രട്ടുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. രട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? കെട്ടിവെച്ചിരിക്കുന്നു. വചനം പറയുന്നു, അവൻ എന്റെ രട്ടിനെ അടിച്ചു. അവൻ എന്റെ രോഗത്തെ, അവൻ എന്റെ ബലഹീനതയെ, അവൻ എന്റെ മേലുള്ള ബന്ധനത്തെ, എന്റെ മേലുള്ള മരണക്കെട്ടിനെ അവൻ അടിച്ചു. അടുത്ത വാക്ക്, അവൻ എന്നെ സന്തോഷം ഉടുപ്പിച്ചു. ഇന്ന് പകൽ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, ഇന്ന് പകൽ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചിലരെ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ചില രട്ടുകളുണ്ട് കേട്ടോ. കുടുംബപരമായി, വ്യക്തിപരമായി പിശാചാകുന്നവൻ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില രട്ടുകളുണ്ട്. ആത്മാവെന്നോട് പറയുന്നു, ദൈവം അത് അഴിക്കാൻ പോകുന്നു. ശക്തമായി പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഇന്ന് നിന്നെ, നിന്റെ കുടുംബത്തെയും ബന്ധിച്ചു വെച്ച ചില രട്ടുകൾ യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം അഴിക്കാൻ പോകുന്നു. ചിലരൊക്കെ നിൽക്കുന്നത് താഴ്വരയുടെ അടുത്ത ആത്മാവിനോട് കർത്താവ് പറയുന്നു, ഞാൻ അതിനെ അഴിക്കാൻ പോകുകയാണ്. പ്രാപിക്കത് നിന്റെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ചില രോഗമുണ്ടല്ലോ, രോഗത്തിന്റെ രട്ടുണ്ടല്ലോ, ഇന്ന് മകൻ ഞാനത് അഴിക്കുന്ന ആത്മാവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബപരമായി, വ്യക്തിപരമായി നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില രട്ടുണ്ടല്ലോ, എന്റെ കർത്താവ് ഞാൻ അതിനെ അഴിക്കുകയാണ്. പ്രാപിക്കട്ടെ, ആ വിടുതൽ പ്രാപിക്കട്ടെ, ആ വിടുതൽ പ്രാപിക്കട്ടെ, ആ വിടുതൽ പ്രാപിക്കട്ടെ. നിന്റെ ദുഃഖം മാറി, നിന്റെ വേദന മാറി. ദൈവം നിന്നെ നൃത്തത്തോടെ നിർത്തുന്ന സമയം, നൃത്തത്തോടെ ആരാധിപ്പിക്കുന്ന സമയം, നൃത്തത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയം. ഓ, ഞാൻ ആത്മാവിൽ കാണുന്നു, നിന്നെ ഇപ്പോൾ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്ത്രം അടിച്ചിട്ട് സന്തോഷത്തിന്റെ വസ്ത്രം, വിടുതലിന്റെ വസ്ത്രം ദൈവം നിന്നെ ധരിപ്പിക്കും. ആത്മാവില് ചില മാനസിക ദുഃഖങ്ങൾ അടിയട്ടെ, ചില മാനസിക ദുഃഖങ്ങൾ അടിയട്ടെ, ചില മാനസിക ദുഃഖങ്ങൾ അടിയട്ടെ, ചില മാനസിക ബന്ധനങ്ങൾ അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് അടിയാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ച്, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്, ഇന്ന് പകൽ ചില മാനസിക ബന്ധനം ദൈവം അഴിക്കുന്നു. ചില മാനസിക ബന്ധനം ദൈവത്തിൽ നിന്ന് വരെ ചിലരെ അകറ്റിക്കൊണ്ടിരിക്കുന്ന ചില മാനസിക ബന്ധനം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗമത് അഴിക്കട്ടെ, സ്വർഗമത് അഴിക്കട്ടെ. ചില ശാരീരിക ബന്ധനം യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൻ അഴിഞ്ഞു മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില മരണക്കെട്ടുകൾ ഹല്ലേലൂയ ഇന്ന് മകൻ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വീകരിക്കാം, വിടുതൽ സ്വീകരിക്കാം. ഞാൻ എന്റെ മെസ്സേജിന് പര്യവസാനം വെച്ചു. ആത്മാവിൽ ആരാധിച്ചു, ആത്മാവിൽ ആരാധിച്ചു, ആത്മാവിൽ ആരാധിച്ചു. യേശുവിന്റെ നാമത്തിൽ എന്റെ മെസ്സേജിന് പര്യവസാനം വെച്ചു. ദൈവാത്മാവിനോട് പറയുന്നു, വർഷിപ്പ്, ആരാധന കണ്ടിന്യൂ ചെയ്യും, ആരാധന കണ്ടിന്യൂ ചെയ്യും. ആത്മാവിടപെടുന്നു, ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച്. ഇന്നവരെ ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റെ മാനസിക ബന്ധനം, നിന്റെ ശാരീരിക ബന്ധനം, നിന്റെ
പ്രാണനോട് വെല്ലുവിളിക്കുന്നത് ഇത് മൂന്നും ഇന്ന് അഴിച്ചിട്ട് ദൈവം നിന്നെ സന്തോഷത്തിന്റെ വസ്ത്രം ഉടുപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞ് അതെനിക്ക് വേണമെന്ന് ആത്മാവിൽ ചെയ്യുന്ന ചാടി പിടിക്കുന്ന അടുത്തിരിക്കുന്നവരെ നീ നോക്കണ്ട. അവരാരാധിക്കുന്നുണ്ടോ? ഇവരാരാധിക്കുന്നുണ്ടോ? നീ നോക്കണ്ട. അകത്തളങ്ങളിൽ വചനം വചനം നിന്നെ തൊടുന്നുണ്ടെങ്കിൽ, വചനത്തിന്റെ ശക്തി നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വിടുതലാണെന്ന് ഞാൻ പറയാം. അത് വിടുതലാണ്, അത് വിടുതലാണ്. സ്വീകരിക്ക യേശുവിന്റെ നാമത്തിൽ എല്ലാം മറന്ന് അത് സ്വീകരിക്ക. യേശുവിൻ നാമത്തിൽ പ്രാപിക്കട്ടെ. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക ചില വിടുതൽ നടക്കുന്നത്. ചില മാനസിക ബന്ധനം അഴിയുന്നു, മനസ്സിനെ മടിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില രക്തദൈവം അഴിക്കുന്നു, മനസ്സിനെ മടിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില രക്തദൈവം അഴിക്കുന്നു. ദൈവത്തിൽ നിന്ന് വരെ അകറ്റി കളയത്തൊക്കവണ്ണം ബന്ധിച്ചു വെച്ച ചില രക്ത യേശുവിന്റെ നാമത്തെ അഴിയാൻ പ്രാർത്ഥിക്കുകയാണ്. ശാരീരികമായി ബന്ധിച്ചതിന്റെ രക്തങ്ങൾ അഴിയുന്ന ആത്മാവെ പ്രാർത്ഥിച്ചോ. എല്ലാവരും ആത്മാവെ പ്രാർത്ഥിച്ച് ഓ ദൈവസംഖ്യ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ച് ആത്മാവെ പ്രാപിച്ച് മരണക്കെട്ടുകളെല്ലാം അഴിയും യേശുവിന്റെ നാമത്തിൽ. മരണം നിഴൽ താഴ്വരയിൽ നിന്ന് ദൈവത്തിന്റെ കൈക്ക് വേണ്ടി ചെടികേൽപ്പിക്കും. പ്രാർത്ഥിക്കുക ആത്മാവെ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ആത്മാവെ പ്രാർത്ഥിച്ച് ഒരു വിടുതൽ നടക്കും. വചനം നിങ്ങളെ അകത്ത് ഒരു തീ കത്തുന്നത് പോലെ കത്തുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്ത് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഇന്ന് ചില മാനസിക ബന്ധനങ്ങൾ, ഇന്ന് ചില രോഗബന്ധനങ്ങൾ, ഇന്ന് ചില മരണ താഴ്വരകൾ എന്റെ ദൈവം തിരുത്തും, എന്റെ ദൈവം മാറ്റും. എന്നിട്ട് ദാണ്ട് ഒരു സന്തോഷത്തിന്റെ വസ്ത്രവുമായിട്ട് പ്രാണപ്രിയ നിന്റെ അടുത്ത് വരിക. ദാണ്ട് ഒരു സന്തോഷത്തിന്റെ വസ്ത്രമായിട്ട് ഹോളി സ്പിരിറ്റ് നിന്റെ അടുത്ത് വരിക. മേടിച്ച് ധരിക്കുക. ആത്മാവിൽ ധരിക്കുക. കർത്താവിനോട് പറയുന്നു, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്നകന്ന ചിലര് ദൈവത്തിലേക്ക് അടുത്തു വരുമെന്ന് ദൈവാത്മാവ് പറയുന്നു. ദൈവത്തിൽ നിന്ന് മനസ്സുകൊണ്ടകന്ന ചിലര് ദൈവത്തോട് അടുത്തു വരും. പ്രാർത്ഥിച്ചോളാൻ ആത്മാവ് ഇടപെടുന്നു. ചിലരുടെ ശരീരത്തിൽ നിന്ന് ചില രോഗാത്മാവ് എന്റെ ദൈവം പുറത്തു കളയുന്നു. ചിലരുടെ ശരീരത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, പുറത്തു പോകുക.
ചില മരണ നിഴൽ താഴ്വരകൾ എന്നെ കർത്താവ് വിടുവിക്കുന്നു എന്ന് ദൈവാത്മാവ് എന്നോട് പറയുന്നു. ചില ഡേറ്റുകൾ ദൈവം മാറ്റും, ചില വർഷങ്ങൾ ദൈവം മാറ്റും. പിശാച് എഴുതി വെച്ചിരിക്കുന്ന ഇന്ന വർഷം, ഇന്ന തീയതി, ഇന്ന മാസം നിന്റെ ലൈഫ് കറക്റ്റ് ഞാൻ ഇടും. ദൈവം എന്നോട് പറയുന്നു, വർഷം ദൈവം വെട്ടുന്നു, തീയതി ദൈവം വെട്ടുന്നു, മാസം ദൈവം വെട്ടുന്നു. പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന ബ്ലാക്ക് കർട്ടൻ ദൈവം കീറുകയാണ്. ആത്മാവിൽ കാണാൻ കണ്ണുള്ളവർ, ആത്മാവിൽ കാണാൻ കണ്ണുള്ളവർ കണ്ട് എന്ന് വലിയ വിടുതൽ സംഭവിക്കട്ടെ. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. ജോബിച്ചാനോട് പറയാം, ജോബിച്ചാനോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഇവനോട് പറഞ്ഞ വാഹനത്തിൽ നിന്ന് തകർന്നു പോകേണ്ടതാണ്. ഇവൻ അങ്ങനെ കാണിക്കുന്നു. പല ഡേറ്റും പല വർഷവും പിശാച് എഴുതി തകർത്തു കളയണം പല വഴിക്ക്. സ്തോത്രം, സ്തോത്രം. പക്ഷേ അനർത്ഥം വ്യസനമാക്കാതെ കർത്താവ് രക്ഷിച്ചതാണെന്ന് എന്നോട് പറയുന്നു. കർത്താവ് രക്ഷിച്ചതാണ്. ഇല്ലെങ്കിൽ തകർന്നു പോയാൽ. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് അപ്പനും ഭാര്യയ്ക്ക് ഭർത്താവില്ലാത്ത എത്രയോ സന്ദർഭങ്ങൾ വന്നു എന്ന് ദൈവാത്മാവ് എന്നോട് ചോദിക്കും. പക്ഷേ ചില കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഹൃദയത്തിൽ വെച്ചിരിക്കുക. ചിലതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ പറഞ്ഞിട്ട് പോലും ഇല്ല. അവര് കേട്ട വിഷമമാകുമല്ലോ എന്ന് വിചാരിച്ചു. എന്നോട് കർത്താവ് പറയുന്നു, പക്ഷെ നിന്നെ കാണുന്ന ദൈവമുണ്ട് കേട്ടോ. ആ ദൈവമാണ് എന്നോട് പറയുന്നത്, വഴിമത്തി എത്ര പ്രാവശ്യം തകർന്നു പോകേണ്ടതായിരുന്നു. അനർത്ഥം വ്യസനമാക്കാതെ ദൈവം ആയുസ്സിനെ നീട്ടിത്തന്നതാണെന്ന് എന്നോട് ആത്മാവ് പറയാൻ പറയുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറയുന്നു, ആരും നിന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു ചിന്ത ഉണ്ടാകല്ലെന്ന് ദൈവം പറയുന്നു. കർത്താവിനോട് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശു സ്നേഹിക്കുന്നുണ്ട്, ദൈവം സ്നേഹിക്കുന്നുണ്ട്. അപ്പന്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സ്നേഹവും ഒക്കെ കിട്ടേണ്ട പോലെ കിട്ടിയില്ല എന്ന് വിചാരിച്ചൊന്നും ഭാരപ്പെടല് കേട്ടോ. ദൈവം എന്നോട് പറയുന്നു, പാടിയതുപോലെ അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും എല്ലാം കർത്താവാണ്. ആരും സഹായമില്ലെങ്കിലും സഹായകനായി ദൈവം ഉണ്ടെന്ന് കർത്താവിനോട് പറയുക. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം മാനിക്കുമെന്ന് കർത്താവിനോട് പറയുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ ദേശത്ത് നിന്ന് അല്പം മാറ്റി മറ്റൊരിടം ദൈവം ഒരുക്കുന്നത് ഞാൻ കാണുക. ഈ ദേശത്ത് നിന്ന് അല്പം മാറ്റി മറ്റൊരിടം ദൈവം ഒരുക്കും കേട്ടോ. സ്വന്തമായിട്ട് ചില ക്രമീകരണങ്ങൾ ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വൺ ഡിമാൻഡ്, നീ ദൈവവുമായിട്ട് അടുത്തു നിൽക്കണം, നീ ദൈവവുമായിട്ട് അടുത്തു വരണം. കാരണം ഹല്ലേലൂയ, അത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെയാ പറയുന്നേ, അത് ഔദാര്യമല്ല, അവകാശമാണ്. ഹല്ലേലൂയ, ഉത്തരവാദിത്വമാണ്. കാരണം അത്രയ്ക്കും ദൈവം രക്ഷിച്ചിട്ടുണ്ട്, അത്രയ്ക്കും ദൈവം വിടുവിച്ചിട്ടുണ്ടെന്ന് എന്നോട് കർത്താവ് പറയുന്നു. നിൽക്കേണ്ട പോലെ ദൈവസന്നിധി നിൽക്കാനിട്ട് പോലും ദൈവം വിടുവിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറയും. എന്തിനാണെന്നറിയാമോ? ഗദരദേശത്ത് കിടന്ന് 6000 ഭൂതത്തെ വഹിച്ചവൻ, ഹല്ലേലൂയ, അവനെ പല പ്രാവശ്യം നോക്കി കൊന്നുകളയാൻ, പക്ഷെങ്കിൽ അവനെ കൊന്നുകളയാൻ പറ്റിയില്ല. കാര്യം എന്താണെന്നറിയാമോ? അവനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുപോലൊരു പദ്ധതി പ്രിയ സഹോദരനിൽ ഞാൻ ആത്മാവി കാണുക. ഇന്ന് പകൽ അത് മനസ്സുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിച്ചു നിന്നോ, ദൈവത്തോട് ചേർന്ന് നിന്നോ. ഹല്ലേലൂയ, ദൈവം ഇന്ന് പകൽ നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. കണ്ണുകൾ അടച്ചാട്ട് എല്ലാവരും കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, കണ്ണുകൾ അടച്ച് ദൈവത്തോട് സ്തോത്രം ചെയ്താട്ട്, കണ്ണുകൾ അടച്ച് ദൈവത്തോട് സ്തോത്രം ചെയ്താട്ട് എല്ലാവരും ഇന്ന് ആരാധിക്കുന്നില്ല. ആരോടൊക്കെയോ
ദൈവത്തിന് സംസാരിക്കാനുണ്ടെന്ന് ദൈവം എന്നോട് പറയുന്നു. ഒരു 15 മിനിറ്റ് കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് കൂടെ നിങ്ങൾ സഹകരിക്കുക. നമ്മുടെ മീറ്റിംഗ് ടൈം 1:30 ആണ്. പക്ഷെ ഇപ്പൊ 1 മണി ആയതേ ഉള്ളൂ. ഇനി അരമണിക്കൂറുണ്ട്. അത്രയും നേരം ഞാൻ ഇരുത്തത്തില്ല. ഒരു 15 മിനിറ്റ്സ് എല്ലാവരും സഹകരിക്കുക, സമർപ്പിച്ചാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ദൈവത്തോട്. യേശുവിൻ നാമത്തിൽ. കുമ്പനാടുന്ന് കടന്നു വന്ന മാതാവിനോട് ആത്മാ പറയാ, ചില മരണം നിഴൽ താഴ്വരയിൽ നിന്ന്, ചില മരണ നിഴൽ താഴ്വരയുടെ പ്ലേസിൽ നിന്ന് ദൈവം നിന്നെ മാറ്റുന്നു. ദൈവം നിന്നെ മാറ്റുന്നു. ഞാൻ അങ്ങനെ ഒരു കാഴ്ച കാണുക. വലിയ ഒരു കുഴിയുടെ വക്കത്ത് നിൽക്കുന്നത് പോലൊരു കാഴ്ച ഞാൻ കാണുക. ഏത് സമയവും അതിലേക്ക് വീണു പോകാം. അങ്ങനത്തെ ഒരു സന്ദർഭം ഞാൻ കാണുക. വീണ് കഴിഞ്ഞാൽ ആളെ കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ കാണുക. പക്ഷേ ഒരാള് പുറകിന്ന് വന്നിട്ട് പുറകോട്ട് വലിച്ചോണ്ട് പോകുന്നൊരു കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നു കേട്ടോ. ചിലതിന്റെ വക്കിൽ നിന്ന് ദൈവം നിന്നെ പുറകോട്ട് കൊണ്ടുവരിക. പിശാച് ആഗ്രഹിക്കുന്ന പോലെ വിട്ടുകൊടുക്കില്ല. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. ആ വിടുതൽ ഞാൻ ആത്മാവിൽ റിലീസ് ചെയ്യുന്നു. ആ വിടുതൽ ആത്മാവിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്റെ മകളത് റിസീവ് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ. സഹോദരി സാൻജിയോട് ആത്മാവ്, സാൻജി, നിന്റെ മനസ്സ് മടുക്കുന്നു. നിന്റെ മനസ്സ് മടുക്കുന്നു. ആ മടുപ്പ് നിന്റെ ആത്മീയത്തിലുണ്ട്. ആ മടുപ്പ് നിന്റെ പ്രാർത്ഥനയിലുണ്ട്. ആ മടുപ്പ് നിന്റെ വിശ്വാസത്തിലുണ്ട്. എന്തിന്? ഇപ്പോൾ നിന്റെ വാക്കുകളിൽ പോലും അത് വെളിപ്പെടുന്നു. കർത്താവ് പറയുന്നു, ക്ഷമ ചോദിച്ചു മടങ്ങി വാ. കണ്ണുനീരോടെ മടങ്ങി വാ. ക്ഷമ ചോദിച്ചു മടങ്ങി വാ. കണ്ണുനീരോടെ മടങ്ങി വാ. ദൈവത്തോട് പറയുന്നു, അങ്ങനെ വന്നാൽ ചില ഇരുട്ട് മാറും. ചില ഇരുട്ട് മാറും. ചില ഇരുട്ട് മാറും. നിന്നെ പിശാച് ബന്ധിച്ച മാനസിക ബന്ധനത്തെ, അതിലൂടെ അവൻ മുതലെടുക്കുന്ന അവന്റെ സകല പദ്ധതിയെയും ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. മാറിപ്പോകട്ടെ. കർത്താവിന്റെ ദാസിയുടെ മോളിനകത്ത് ആൻമോളിനകത്ത് ആൻമരി ഉണ്ട്. അതിനകത്ത് ഉണ്ട് ഫാസ്റ്റ് ഉണ്ട്. ഹല്ലേലൂയ. ഒരു മിനിറ്റ്. ആൻമരിയ വീഡിയോ ഓൺ ചെയ്തേ. ഒരു മിനിറ്റ് കേൾക്കാമോ? യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ആളില്ലേ? ഉണ്ട്. വീഡിയോ ഓണാക്കും. നീ വീഡിയോ മോനെ, നിന്നോട് ആത്മാവ് പറയുന്നു, നിന്റെ മേലൊരു തേജസ്സിന്റെ അഭിഷേകം ദൈവം വെച്ചിട്ടുണ്ട്. ഈ വർഷം നിന്റെ മേൽ അത് പകരും. നീ വിധേയപ്പെടണം. അതിനുവേണ്ടി നീ അതിനുവേണ്ടി വിധേയപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്ക് നീ വിധേയപ്പെടണം. ഒരു തേജസ്സിന്റെ അഭിഷേകം നിന്റെ മേൽ. എന്നോട് കർത്താവ് പറയുന്നു, ആ അഭിഷേകം നിന്റെ മേൽ വന്നാൽ നിന്റെ മുമ്പിൽ പിന്നെ തടസ്സങ്ങൾ ഉണ്ടാവില്ല. തടസ്സങ്ങൾ ഉണ്ടാവില്ല.
തടസ്സങ്ങൾ ഉണ്ടാവില്ല. എല്ലാം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. എല്ലാം തുറന്നോണ്ടിരിക്കും. തേജസ്സിന്റെ ശക്തി പൗലോസ് ശീലാസിന്റെ മേൽ വന്നപ്പോൾ എല്ലാം ഓപ്പണായി. കൈ ഓപ്പണായി, കാലോപ്പണായി, ഇരുമ്പ് വാതിലുകൾ ഓപ്പണായി, എല്ലാം ഓപ്പണായി. ഇതിനു വേണ്ടി നീ വിധേയപ്പെടാൻ തയ്യാറായാൽ, നിന്റെ മേൽ ഈ അഭിഷേകം വന്നാൽ, അത് ഈ വർഷം നിന്റെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. വന്നാൽ നിന്റെ മുമ്പിൽ തടസ്സം കാണില്ല. നീ ചെല്ലുന്ന ഇടങ്ങളിൽ ആ തേജസ് വെളിപ്പെടും. ജീസസ് കർത്താവിനോട് പറയുന്നു, ശക്തമായി പ്രാർത്ഥിക്കുക, പ്രാപിക്കുക, പ്രാർത്ഥിക്കുക, പ്രാപിക്കുക. കർത്താവേ, ഇന്ന് പകൽ ഞാൻ അഭിഷേകം ഇവളിലേക്ക് റിലീസ് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ഇവിടെ സ്വീകരിക്കുക. ദൂരത്താണെങ്കിലും കർത്താവിന്റെ കരം ശിരസിൽ വെക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആനായിട്ടിങ് പ്രിയ കുഞ്ഞിന്റെ ബെല്ലൈക്കണം. ഓ ജീസസ്, ഓ ജീസസ്, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തമായി പ്രാർത്ഥിച്ചാണ്, ശക്തമായി പ്രാർത്ഥിച്ചാണ്. ഓ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സിസ്റ്റർ റോഷ്നി സിസ്റ്ററോട് ആത്മാ പറയുന്നു, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഓൺ ചെയ്യാം. പറ്റത്തില്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. റോഷ്നി സിസ്റ്റർ കേൾക്കാമോ? യേശുവിന്റെ നാമത്തിൽ. ഓക്കെ ഓക്കെ ഓക്കെ, കേൾക്കാമല്ലോ. യേശുവിൻ നാമത്തിൽ കേൾക്കാമല്ലോ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ദൈവം നിന്നെ കണ്ടതും വിളിച്ചതും ഒരു ദൈവീകമാകുന്ന പ്രത്യേക ശുശ്രൂഷയ്ക്കാണ്. പ്രത്യേക ശുശ്രൂഷയ്ക്കാണ്. പക്ഷെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് അനുസരിച്ച് വരാൻ കഴിയാതെ ബ്രേക്ക് ആകുന്ന ഒരു അനുഭവം ദൈവനെ കാണിക്കുന്നു. ദൈവാത്മാനെ കാണിക്കുന്നു. അതിലേക്ക് എത്തിപ്പെടണമെന്ന് കർത്താവ് പറയുന്നു. എവിടെയാണോ അതിലേക്ക് ചേർന്ന് വരേണ്ടത് ആ ഭാഗം വേഗത്തിൽ ചേർന്ന് വരാൻ ആത്മാവ് പറയുന്നു. പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുന്നു. ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കും ഒരു പ്രത്യേക ദൈവ പദ്ധതിക്കും വേണ്ടി ദൈവം കണ്ട ആളാണെന്ന് മറക്കരുത് പറയുന്നു. അതിലേക്ക് ചേർന്ന് വരണം. വന്നാൽ ദൈവം അത് വെളിപ്പെടുത്തും. അങ്ങനെ പറയാൻ എന്നോട് കർത്താവ് പറയുന്നു. വേറെ ഒരു കാര്യം കൂടെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഞാനത് പേഴ്സണലി ഷെയർ ചെയ്യുന്നതായിരിക്കും. ദൈവം ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ എന്നോട് ആത്മാവ് അത്രത്തോളം ഇടപെടുന്നവരോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. പ്രാർത്ഥിച്ച് ഇല്ല, ദൈവാത്മാവ് ഇടപെടുന്നില്ലെങ്കിൽ ഞാനിപ്പോ ക്ലോസ് ചെയ്യും. പ്രാർത്ഥിച്ചോ എല്ലാവരും. യേശുവിന്റെ നാമം. താങ്ക് യു ലോർഡ്. നമ്മുടെ ഈ പ്രാർത്ഥനയെ കുറിച്ച് ദൈവം എന്നോട് പറയുന്നു. ഈ ബുധനാഴ്ച മീറ്റിംഗ് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഒഴുക്ക് ഇതിന്റെ അകത്ത് ദൈവനെ കാണും. അതിപ്പിടിയിരിക്കുന്നവർക്ക് മാത്രമല്ല, ദൂരത്തിരിക്കുന്നവർക്കും അനുഭവിക്കത്തക്ക വണ്ണം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഫ്ലോ എന്നെ ദൈവന്മാർ കാണിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ
അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില പൈശാചിക തന്ത്രങ്ങളുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും ദൈവം പറയുന്നു. ഉണർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് എന്റെ കൂട്ടായ്മയല്ല, ഇത് നമ്മുടെ കൂട്ടായ്മയാണ്. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയല്ല, ഇത് നമ്മുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്റേതാണെന്നുള്ള ചിന്തയോടെ നമ്മുടെ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ പിതാവ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ശ്വാസങ്ങൾ കടന്നു വരാനുണ്ട്. അവരെല്ലോ കാലമായിട്ട് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാകും ദൈവത്തിന്റെ സ്നേഹവും ആശിച്ചു വഴി നടത്തുന്ന പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും കാവൽ നാം പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളും ഇന്ന് പകൽ കേൾക്കപ്പെട്ട തിരുവചന സത്യത്തിന്റെ മേലും അതിലൂടെ പ്രാപിച്ച വിടുതലിന്റെ മേലും ദൈവാലോചനകൾ ദൂരത്തും ചാരത്തും ഇരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ലോകത്തുള്ള എല്ലാ വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ മേഘപ്രത്യക്ഷങ്ങൾ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു ഈ പകൽ നമുക്ക് ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ. എല്ലാവർക്കും ക്രിസ്തു യേശുവിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവവചനം കേട്ടിട്ട് അല്ലെങ്കിൽ ദൈവാത്മാവ് സംസാരിച്ചിട്ട് എനിക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കണം.